റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടമാകുമ്പോ അഖ്സാബാഹു വഅദ്നാ സദീഖാ, മാതാപിതാക്കളെ അകറ്റുകയാണ് മക്കൾ, സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുകയാണ്. ജീവന തുല്യം മക്കളെ സ്നേഹിച്ചതായ രക്ഷിതാക്കളെ പുറങ്കാലുകൊണ്ട് ചവിട്ടുന്ന ലോകത്തേക്ക് ഈ ലോകം എത്തിപ്പെടുമേ. വഅഖ്സാബാ വഅദ്നാ സദീഖാ, അപ്പായും ഉമ്മായും പുറന്തള്ളും, കൂട്ടുകാരെ അടുപ്പിക്കും. ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നു. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കൂട്ടുകാരികൾ അടുപ്പിക്കാൻ അപ്പായുമായി ഔട്ട്. അവരോടൊരു വിഷയം ചർച്ച ചെയ്യുന്നില്ല. അവര് പോലും അറിയാതെ കൂട്ടുകെട്ടുകൾ കൊണ്ടുവരാൻ. സ്ത്രീയുമായി ഭോഗം നടത്തുന്ന കാലഘട്ടം, അത്തരത്തിലുള്ള കൊണ്ടുവന്ന് പരസ്യമായി ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ച് അവരെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതരാണെന്ന് കേരളമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന മഹാനടൻ ചേർത്ത് നിർത്തുന്നതാകുന്ന കാലഘട്ടം ഞങ്ങളുടെ വീട്ടിൽ കേട്ടിക്കോ. അതിലെന്താ കുഴപ്പം? നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ നടനാണ്, എല്ലാം നടിച്ചാണ് അയാളുടെ ജീവിതം. അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് തന്നെ, ഇഷ്ടപ്പെട്ടത് തന്നെ എന്ത് കണ്ടിട്ടാണ്? അയാളുടെ നടന വൈഭവം കണ്ടിട്ടാണ്. അയാൾ ആത്മീയത കണ്ടിട്ടാണ്, അയാൾ ഖുർആൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ്. അല്ലല്ലോ, അയാൾ നടിക്കുകയാണ്. അപ്പൊ അയാൾ ഇത് നടിക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ നടിക്കുകയാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ അപഹാസ്യനായി മാറി എന്നുള്ളതാണ് വസ്തുത. ഇതേ രണ്ട് കുട്ടികൾ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്നതാകുന്ന ഒരു വ്യാപാരി വ്യവസായിയുടെ ഒരു വലിയതാകുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ വീട് ഉദ്ഘാടനത്തിന് വേണ്ടി പോയ രംഗവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അവസാനം അയാൾ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, വലിഞ്ഞു കയറി വന്നത്. എന്തു ആയിക്കോട്ടെ, വിളിച്ചിട്ടോ അല്ലാതെയോ. കാരണം അയാളുടെ മനസ്സിൽ എന്ത് വന്നിട്ടുണ്ട്? കുറ്റബോധം വന്നിട്ടുണ്ട്, സമൂഹം എതിർക്കാൻ. ഇതേ രണ്ട് കുട്ടികളെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് അതേ ഷോയിൽ തന്നെ പരസ്യമായി ഒരു പെൺകുട്ടി പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ കടിച്ചു കയറാൻ വേണ്ടി ആളുകൾ ഒന്നിച്ചു കൂടി. എവിടേക്കാണ് ലോകം എത്തിച്ചേരുന്നത്? എന്ത് സൂചനയാണ് ആളുകൾ നൽകുന്നത്? ഈ രണ്ട് കുട്ടികളുടെ ഹൃദയത്തിന്റെ കാര്യം പറയാൻ. അപ്പൊ ഈ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളുടെ വിഷമവും ദുഃഖവും എന്തുകൊണ്ട് അവർ മനസ്സിലാക്കിയില്ല? അതെന്താരും മനസ്സിലാക്കാത്തത്? അത് ചർച്ചയില്ല. ഏറ്റവും കൂടുതൽ വേദന തിന്നുന്നത് അപ്പോഴല്ലേ? നമ്മളൊക്കെ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. നമ്മൾ നമ്മുടെ ഭാഷയിൽ നിൽക്കാതെ അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ടെന്ന് ചിന്തിക്കും.